വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുമായി വനംവകുപ്പ് മരണങ്ങൾ, അപകടങ്ങൾ, കൃഷിനാശം, വന്യജീവികളുടെ നാശം എന്നിവ കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. സംഘർഷബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പരിപൂർണ പിന്തുണയോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വന്യജീവി സംഘർഷങ്ങൾ മൂലമുള്ള മരണങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്നും പൂർണ്ണമായി ഇല്ലാതാകും വരെ പ്രവർത്തിക്കുമെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വ്യക്തമാക്കി. വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ വനം വകുപ്പിന്റെ 45 ദിവസം നീളുന്ന തീവ്രയജ്ഞ പരിപാടിക്ക്, സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിക്ക് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ഇതിൽ സങ്കീർണമായ ഒരുപാട് വശങ്ങളുണ്ട്. സംസ്ഥാനത്ത് നാൾക്കുനാൾ ഈ വന്യജീവി സംഘർഷങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അതിലൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ വളരെ മാതൃകാപരമായ ഒരു പരിപാടിയാണ് വനം വകുപ്പ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ മീഡിയ വണ്ണിനോട് പങ്കുവയ്ക്കുവാൻ വേണ്ടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായിട്ടുള്ള പ്രമോദ് ജി കൃഷ്ണൻ സാറിനോട് തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. അദ്ദേഹം മീഡിയ വണ്ണിനൊപ്പം ചേരുന്നുണ്ട്. 45 ദിവസം നീളുന്ന ഒരു പരിപാടിയാണ്. പരിപാടിയുടെ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറയാമോ? കേരളത്തിലെ നമ്മൾ എല്ലാവരും ബാധിക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. അപ്പോൾ അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ ഇതിനൊരു സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള വേറെ ഒട്ടനവധി ലഘൂകരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. കേരള സർക്കാരും വനംവകുപ്പും മുൻകൈ എടുത്തുകൊണ്ട് പരിപൂർണമായും ജനങ്ങളുടെ പിന്തുണയോടുകൂടി, പ്രത്യേകിച്ച് ഈ പ്രശ്നം അധികമായിട്ട് കാണപ്പെടുന്ന പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഒരു തീവ്രയജ്ഞം, ഒരു ലഘൂകരണത്തിന് വേണ്ടി തുടങ്ങാമെന്ന് തീരുമാനിച്ചത്. ഈ മനുഷ്യ വന്യജീവി സംഘർഷം അനുഭവപ്പെടുന്ന പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകളെ ഞങ്ങൾ പല ഹോട്ട്സ്പോട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 300ഓളം പഞ്ചായത്തുകളാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ആദ്യത്തെ 15 ദിവസം കൊണ്ട് ഒരു ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കുകയും ജനങ്ങളുടെ ആകുലതകളും അവരുടെ പരാതികളും അവരുടെ നിർദ്ദേശങ്ങളും കേൾക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. അപ്പോൾ മിക്കവാറും ആ ഘട്ടത്തിൽ പരിഹരിക്കാവുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ 15 ദിവസത്തിനകം തന്നെ പരിഹാരം കാണാനായിട്ട് ശ്രമിക്കും. അത് കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിൽ ജില്ലാതലത്തിൽ അവിടെ പ്രാദേശികമായിട്ട് നമുക്ക് തീർപ്പ് കൽപ്പിക്കാനാവാത്ത കാര്യങ്ങൾക്ക് ജില്ലാതലത്തിലേക്ക് കൊണ്ടുവരികയും ആ തലത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടത്തിലാണ് അവിടെയും തീരാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസ്ഥാന തലത്തിലും പിന്നീട് ചിലപ്പോഴെല്ലാം കേന്ദ്ര തലത്തിലേക്കും പോകേണ്ടി വരും. ഈ ഹോട്ട്സ്പോട്ടുകൾ തീരുമാനിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ ഒന്ന് പറയാമോ? മനുഷ്യ വന്യജീവി സംഘർഷം അനുഭവപ്പെടുന്ന രീതി, അത് എത്രത്തോളമുണ്ട്, അതിൻ്റെ ഒരു തീവ്രത, അതുപോലെ തന്നെ അത് തടയാനെടുക്കുന്ന നമ്മുടെ എഫേർട്ടിൻ്റെ ഒരു കണക്ക്, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലഘൂകരണ പ്രക്രിയ ഇല്ലാതാവുകയാണെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത, അങ്ങനെ നിരവധി മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഹോട്ട്സ്പോട്ടുകളെ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ പുതുക്കി, ഇപ്പോൾ നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ചില സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടുകൾ അല്ലാതെ ആവും, ചിലപ്പോൾ പുതിയ സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടുകളായി വന്നെന്നും വരാം. പരാതികൾ ലഭിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു നടപടികളിലൊക്കെ നീങ്ങുന്നത്? പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പരസ്പരം അറിയുന്നതിലൂടെ തന്നെ ചിലപ്പോൾ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരാറുണ്ട്. ചിലപ്പോൾ നടപടിക്രമങ്ങൾ അറിയാത്തതിൻ്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നഷ്ടപരിഹാരം ഇവിടെ കിട്ടാത്തതിൻ്റെ നടപടിക്രമങ്ങൾ അറിയാത്തതിൻ്റെ മൂലം തന്നെ ആൾ കിട്ടാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു 50% പ്രശ്നങ്ങളൊക്കെ നമുക്ക് മിക്കവാറും അങ്ങനെ തന്നെ പ്രാദേശികമായിട്ട് തീർക്കാൻ കഴിയും. ഈ 45 ദിവസത്തെ പദ്ധതികൾ ആകെ തുകയായിട്ട് ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണെന്നൊന്ന് എടുത്തു പറയാമോ? മനുഷ്യ മരണങ്ങൾ, മനുഷ്യനുണ്ടാകുന്ന ഇഞ്ചുറി, അല്ലെങ്കിൽ കൃഷിനാശം, അതുപോലെ നമ്മുടെ വളർത്തുമൃഗങ്ങൾക്കുണ്ടാകുന്ന നാശം നമുക്ക് കുറയ്ക്കണം. അതോടൊപ്പം തന്നെ ഈ മനുഷ്യ വന്യജീവി സംഘർഷം മൂലം പലപ്പോഴും വന്യജീവികൾക്ക് നാശം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് പരസ്പരം 2 വശത്തും നാശം ഉണ്ടാവുന്ന കാര്യമുണ്ട്. അപ്പോൾ ആൾ നാശവും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ നാശവും നമുക്ക് ഒഴിവാക്കണം. അതുവഴി ജനസുരക്ഷയും അതുവഴി വനസുരക്ഷയും അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥകളുടെ സുരക്ഷയുമാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. അതുവഴി നമ്മുടെ നാടിൻ്റെ സമാധാനവും നമ്മൾ നിലനിർത്തണം. യഥാർത്ഥത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം മൂലമുള്ള മരണം കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള അവസരമൊന്നുമല്ല. അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നത് വരെ നമ്മൾ ആ യുക്തിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. തർക്കിച്ച് നിന്നാൽ തർക്കം കഴിയുമ്പോൾ ഈ പ്രശ്നം അവിടെ ബാക്കിയാവും. മറിച്ച് നമ്മളെല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കിതിനെ പിടിച്ചു കെട്ടാനാവും. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1, തിരുവനന്തപുരം.